ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തന്തൂരി ചിക്കനാണ്. അപ്പോൾ തന്തൂരി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അര ഗ്ലാസ് തൈര് നമ്മൾ കട്ട തൈര്, പിന്നെ മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ ആണെങ്കിൽ 2 ടീസ്പൂൺ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ എന്തോരം ചിക്കൻ എടുക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് കുരുവൊക്കെ കളഞ്ഞിട്ട് അത് ഒരു സ്പൂണോളം. അപ്പോൾ ഇതൊക്കെ ഒഴിച്ച് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കണത് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കണത്. ഇപ്പോൾ ഞാൻ റെഡിമെയ്ഡ് പാക്കറ്റ് നമ്മൾ മേടിച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ട് 4 പീസാക്കി കട്ട് ചെയ്താണ്, അൽഫാമിനൊക്കെ കട്ട് ചെയ്തെടുക്കണ പോലെ. എന്നിട്ട് നല്ല പോലെ വരഞ്ഞ് ചെറുതായി ഉള്ളിൽ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ വരഞ്ഞ് ഇത് നന്നായി പരട്ടി കൊടുക്കാം. വരഞ്ഞോടത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായി മസാല പൊത്തി നമുക്ക് നല്ല പോലെ മസാല പിടിപ്പിക്കാം. അപ്പോൾ ഈ 4 പീസിലും ഞാൻ ഇപ്പോൾ മസാല പറ്റി എടുത്ത് വെക്കുകയാണ്. നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂറോളം നമ്മൾ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കണം തണുപ്പിക്കാനായിട്ട്. അപ്പോൾ നല്ല പോലെ മസാലയൊക്കെ പരത്തി, അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ നമുക്ക്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഭാഗം വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചിക്കനാണിത്. ഇനി നമുക്കത് പൊരിക്കാനുള്ള കാര്യം നോക്കാം. ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഒരു 10-15 സെക്കൻഡ് വൺ സൈഡ് നന്നായി മുരിച്ചെടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തും. പിന്നെ തീ കുറച്ചിട്ട് നല്ല പോലെ ഉള്ളു വേവണ രീതിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് വറുത്തെടുത്തിട്ട് ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്, അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പാത്രം വെക്കുന്നുണ്ട് സ്റ്റീലിൻ്റെ. അത് നമുക്ക് ഒരു കരിയില കഷ്ണം കനലാക്കിയിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിക്കുമ്പോൾ പുക വരുമ്പോൾ അപ്പോൾ തന്നെ മൂടി വയ്ക്കുക കുറച്ച് നേരം. അത് കഴിഞ്ഞ് നമ്മൾ ഇത് തുറന്ന് കഴിഞ്ഞ് നമ്മളെ തന്തൂരി ചിക്കൻ ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നല്ല അടിപൊളി തന്തൂരി ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കാം എല്ലാവരും. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.